ദൈവദാസനായിരുന്ന ഫാദർ തിയോഫിനച്ചനെ ധന്യൻ പദവിയിലേക്ക് ലിയോ 14 മാർപ്പാപ്പ ഉയർത്തിയ വാർത്ത ഭാരത സഭയ്ക്കും പ്രത്യേകിച്ച് ഇന്ത്യൻ കപ്പൂച്ചൻ സഭയ്ക്കും വലിയ അഭിമാന നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം നഗരമധ്യത്തിൽ തന്നെ വളരെ ശാന്തമായ സെൻറ്റ് ബോവനഞ്ചൂർ കപ്പൂച്ചൻ ആശ്രമത്തിലാണ്. ഇവിടെയാണ് ധന്യൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട തിയോഫിനച്ചൻ്റെ കല്ലറയും അദ്ദേഹം താമസിച്ചിരുന്ന മുറിയും അദ്ദേഹം തന്നെ പണിത ഈ ഒരു ആശ്രമം കൂടിയാണ് ഇവിടെ. ഈ ആശ്രമത്തിൽ ഇപ്പോൾ വളരെ സന്തോഷകരമാണ്. ഒപ്പം തന്നെ ഒരുപാട് വിശ്വാസികളാണ് ഈ ഒരു ആശ്രമത്തിലേക്ക് തിയോഫിനച്ചൻ്റെ കല്ലറയിൽ വന്ന് പ്രാർത്ഥിക്കാനും അനുഗ്രഹങ്ങൾ തേടി യാചിക്കാനും വേണ്ടി ഒഴുകിയെത്തുന്നത്. തിയോഫിനച്ചനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം നേടുന്ന അത്ഭുതത്തെക്കുറിച്ചുമെല്ലാം നമുക്ക് കൂടുതൽ അറിയാം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ദൈവദാസൻ ആയിരുന്ന തിയോഫിനച്ചൻ ധന്യനായി ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത റോമിൽ നിന്ന് ഔദ്യോഗികമായി ലഭിച്ച സന്തോഷത്തിലാണ് ഞങ്ങളുടെ പൊന്നുരുതി ആശ്രമവും ഭാരതത്തിലെ കപ്പൂച്ചൻ സഭയിലെ എല്ലാ അംഗങ്ങളും, അതിനേക്കാളുപരി വിശ്വാസ സമൂഹവും. 21 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പോൾ ധന്യ പദവിയിലേക്ക് തിയോഫിനച്ചൻ ഉയർത്തപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഈ പൊന്നുരുന്നിയിലുള്ള എല്ലാവർക്കും സുപരിചിതമാണ്. കാരണം അത്രമാത്രം ജനങ്ങളുമായി ഇടപഴകിയ വല്യച്ഛനെന്നാണ് അച്ഛനെ വിളിച്ചിരുന്നത് തന്നെ. എല്ലാ മതവിശ്വാസികളും മതവിഭാഗങ്ങൾ വേർതിരിവുകളില്ലാതെ അച്ഛൻ്റെ സ്നേഹവും സാന്നിധ്യവും അച്ഛൻ്റെ പ്രാർത്ഥനയും അച്ഛൻ്റെ ഇടപെടലുകളും അനുഭവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ പലരും പറഞ്ഞു വിശുദ്ധനായ വല്യച്ഛനെന്നാണ്. കാരണം അച്ഛൻ തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സൗഖ്യം കിട്ടുന്ന അനുഭവങ്ങൾ, മാനസിക സംഘർഷങ്ങളും അതുപോലെ ഭ്രാന്തിൻ്റെ തലത്തിൽ വരെ എത്തിയ ജീവിതങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വരുമ്പോൾ തിയോഫിനച്ചനെ ഒന്ന് കണ്ട് തൊട്ടാൽ മതി, സൗഖ്യം കിട്ടും. മഹത്വം, മനുഷ്യൻ്റെ മഹത്വത്തിലേക്ക് ആ വ്യക്തി തിരിച്ചു വരുന്നതായിട്ടൊക്കെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഈ തിയോഫിൻ ഗിൽഡിൻ്റെ ഡയറക്ടറായിട്ട് സേവനം ചെയ്യുകയാണിപ്പോൾ. ഓരോ തിങ്കളാഴ്ചകളിലും അനേകരിവിടെ കടന്നു വന്ന് ഈ തിയോഫിനച്ചൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആത്മീകവും ഭൗതികവുമായ എല്ലാ മേഖലകളിലും ഈ വല്യച്ഛൻ കർത്താവിൻ്റെ മുമ്പിൽ, ഈശോയുടെ മുമ്പിൽ മാധ്യസ്ഥം വഹിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. പൊന്നുരുന്നി പ്രദേശത്തെ മാത്രമല്ല, ഈ മറ്റു സ്ഥലങ്ങളിലും തിയോഫിനച്ചനെ കുറിച്ച് മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നവരുണ്ട്. പല സ്ഥലങ്ങളിലിരുന്ന് തിയോഫിനച്ചൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നവർക്കും ഈ ദേവദാസനായിരുന്ന തിയോഫിനച്ചൻ, ഇപ്പോൾ ധന്യനായി മാറിയ തിയോഫിനച്ചൻ, അവരെയെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ നേടിക്കൊടുക്കുന്നുണ്ട്. ഇത് വലിയൊരു ആത്മീയ സന്തോഷമാണ്. കാരണം വിശുദ്ധ ജീവിതത്തിന് സ്വർഗം എത്രമാത്രം വില കൽപ്പിക്കുന്നുവെന്ന് ഒരിക്കൽ കൂടെ വെളിപ്പെടുത്തുകയാണ് ഈ വിശുദ്ധ ജീവിതത്തിലൂടെ. റോമിൽ നിന്ന് ഈ അംഗീകാരം കിട്ടിയ വലിയ സന്തോഷത്തിലാണ് ഞങ്ങൾ. ഇതിൻ്റെ ആഘോഷ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു അഭിഷേകമായിട്ട്, അനുഗ്രഹമായി മാറുവാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുമുണ്ട്. ധന്യൻ തിയോഫിനച്ചൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഈ ആശ്രമത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി നമ്മളെ ഏറെ അടുപ്പിക്കുന്ന ഒരു മ്യൂസിയവുമുണ്ട്. ഇവിടെയാണ് അദ്ദേഹം കിടന്ന കട്ടിലും അദ്ദേഹം ഉപയോഗിച്ച പല വസ്തുക്കളും, അദ്ദേഹം എഴുതിയ പല കത്തുകളും അദ്ദേഹത്തിൻ്റെ അതേ കൈപ്പടയിൽ തന്നെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന പല വസ്തുക്കളുമുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തുണ്ടായിരുന്ന അന്നത്തെ ചിത്രങ്ങൾ, ഫോട്ടോഗ്രാഫുകൾ, അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ, മരണത്തെ തുടർന്നുണ്ടായ അന്ത്യയാത്രയിലുണ്ടായിരുന്ന ആ സമയത്തെ ഫോട്ടോകളെല്ലാം ഈ ഒരു മ്യൂസിയത്തിലുണ്ട്. ഒപ്പം തന്നെ ഇവിടെ അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടി അപേക്ഷിച്ച് കിട്ടുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് ഹൈന്ദവരായ വിശ്വാസികൾ നൽകുന്ന നിലവിളക്കുകൾ, അതിന് കൃതജ്ഞതയെ ആ നിലവിളക്കുകളുമെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് ഈ ഒരു മ്യൂസിയത്തിലാണ്.
ഇത് തിയോഫിനച്ചൻ താമസിച്ച ഒരു മുറിയെ ഇവിടെ ഈ മ്യൂസിയത്തിൽ തയ്യാറാക്കിയിരിക്കുന്നതാണ്. ഒറിജിനൽ മുറി അപ്പുറത്തുണ്ട്, തിയോഫിനച്ചൻ താമസിച്ച മുറി. പക്ഷേ ഈ മ്യൂസിയത്തിൽ വരുന്നവർക്ക് തിയോഫിനച്ചൻ്റെ മുറിയെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്നതാണ്. അച്ഛൻ ഉപയോഗിച്ച ഈസി ചെയറുണ്ട്, കസേരയുണ്ട്, അതുപോലെ അച്ഛൻ ഉപയോഗിച്ച ടൈപ്പ് റൈറ്റർ, അതുപോലെ അച്ഛൻ വലിയൊരു ധ്യാനഗുരുവായിരുന്നു. കപ്പൂച്ചൻ മിഷൻ ധ്യാനം, ആ മിഷൻ ധ്യാനത്തിൻ്റെ ഒരു ദിവസം സെമിത്തേരി പ്രസംഗങ്ങളുണ്ട്. ആ സെമിത്തേരി പ്രസംഗത്തിലൊക്കെ മനുഷ്യ ജീവിതത്തിൻ്റെ നൈമിഷികത വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് തലയോട്ടി വെച്ചുകൊണ്ട് പ്രസംഗിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അച്ഛൻ ഉപയോഗിച്ച വസ്തുക്കളും ഒക്കെ ഈ മ്യൂസിയത്തിൽ ഇവിടെ വച്ചിട്ടുണ്ട്. അച്ഛൻ യഥാർത്ഥത്തിൽ വളരെ ദിവ്യകാരുണ്യ ഭക്തനായിരുന്നു. പ്രഭാതത്തിൽ തന്നെ ഉണർന്ന് ഈ പ്രഭാത പ്രാർത്ഥനയ്ക്കായിട്ട് അച്ഛൻ സന്യാസികൾ ഒരുമിച്ച് കൂടുന്ന ആ പ്രാർത്ഥന സ്ഥലത്ത് എത്തിച്ചേരും. ആദ്യമേ തന്നെ തിയോഫിനച്ചൻ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. അച്ഛനെ കണ്ടുമുട്ടിയവരും അച്ഛൻ്റെ കൂടെ ജീവിച്ചിരുന്നവരൊക്കെ പറയുന്ന ഒരു യാഥാർത്ഥ്യം അതാണ്. അതോടൊപ്പം തന്നെ അച്ഛൻ വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി നേടിയിട്ടാണ് ആളുകളുമായുള്ള ബന്ധത്തിൽ അവർക്ക് ഈശോയുടെ സൗഖ്യവും ഈശോയുടെ സാന്ത്വനവും ഈശോയുടെ വിടുതലും, ഈശോ നൽകുന്ന വിടുതലും അച്ഛനിലൂടെ അവർക്ക് ലഭിക്കുവാനായിട്ട് ഇടയായത് ഈ കുർബാനയുടെ ശക്തി അച്ഛൻ ഏറ്റെടുത്തത് കൊണ്ട് തന്നെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ധന്യനായ തിയോഫിനച്ചനാണ് ഈ പൊന്നുരുന്നിയിൽ ഇപ്പോഴുള്ള ഈ ആശ്രമവും ഈ പരിസരവും ഒക്കെ മനോഹരമാക്കാനായിട്ട് ദൈവം ഉപയോഗിച്ചത്. അച്ഛനാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഒരു കപ്പൂച്ചൻ ആശ്രമം ആരംഭിച്ച് ഒരു കപ്പൂച്ചൻ കൂട്ടായ്മ ആരംഭിക്കുന്നത്. അപ്പോൾ പരിസരത്തുള്ളവർക്കൊക്കെ ആദ്യം ഒരു സംശയത്തിൻ്റെ ഒരു മുൻമുലയിൽ അച്ഛനെ അച്ഛൻ അവരെ അതൊക്കെ സ്നേഹം കൊണ്ട് കീഴടക്കി. ക്രിസ്തുവിലുള്ള സ്നേഹം കൊണ്ട് അവരുടെ ആത്മാർത്ഥതയും വിശ്വസ്തതയും ഒക്കെ അച്ഛന് നേടിയെടുക്കുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം എല്ലാവരും അച്ഛനെ സഹായിക്കുവാനും അച്ഛനോടൊപ്പം സഹകരിക്കുവാനും ഒക്കെ കൂട്ടുകൂടി. അങ്ങനെ അച്ഛൻ അവരുടെ ആത്മീയവും ഭൗതികവും മാനസികവുമായ എല്ലാ മേഖലകളിലും ഒരു വല്യച്ഛനായിട്ട് അച്ഛൻ മാറിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് വീടുകളിലൊക്കെ അച്ഛൻ സ്വീകാര്യനായിരുന്നു. പുതിയ വീടുകൾ വയ്ക്കുവാനായിട്ട് അവരുടെ കാവുകളുള്ള പറമ്പുകളുണ്ടായിരുന്നു. അപ്പോൾ കാവുകളുള്ള പറമ്പുകൾ കാവ് വെട്ടാനായിട്ട് എല്ലാവരും ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ വന്ന് തിയോഫിനച്ചനോട് പറഞ്ഞ് ആ വീട് വയ്ക്കുന്നതിന് വേണ്ടി കാവ് വെട്ടിത്തരണമെന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് അവിടെയുള്ള ആ സാഹചര്യങ്ങൾ, അവിടെയുള്ള ജീവജാലങ്ങളെയൊക്കെ ദൈവസന്നിധിയിലൊക്കെ സമർപ്പിച്ചിട്ട് കാവ് വെട്ടാനായിട്ട് അച്ഛൻ ആദ്യം കാവ് വെട്ടിയിട്ട് പോകും. മറ്റുള്ളവർ പിന്നെ ആ കാവൊക്കെ തെളിച്ച് അവിടെ വീടുകൾ വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു തമ്മനത്തിനടുത്ത് ഒരു മുസ്ലിം പള്ളി, അവിടെ അതും കാവുകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. അപ്പോൾ തിയോഫിനച്ചൻ അവിടെ ചെന്ന് കാവ് വെട്ടി ആ പള്ളി വയ്ക്കാൻ, മുസ്ലിം പള്ളി വയ്ക്കാനൊക്കെ അച്ഛൻ്റെ ഒരു സഹായം ലഭിച്ചതായിട്ട് പഴമക്കാർ പറയുന്നുണ്ട്. അങ്ങനെ തിയോഫിനച്ചൻ എല്ലാ ഭവനങ്ങളിലും കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും യുവാക്കൾക്കും ഒക്കെ ഒരു വലിയ സാന്നിധ്യമായിരുന്നു. ഇതിൻ്റെ അടുത്ത് 2 സ്കൂളുകളുണ്ട്. ക്രിസ്തുരാജ CKC സ്കൂള്, അതുപോലെ സെൻറ്റ് റീത്ത സ്കൂള്. ഈ സ്കൂളുകളിലുള്ള കുട്ടികളെല്ലാവരും തിയോഫിനച്ചൻ്റെ അടുത്ത് വന്ന് പരീക്ഷാ സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടും. അച്ഛൻ്റെ ആശീർവാദമൊക്കെ വാങ്ങിക്കും. അങ്ങനെ ഈ കുട്ടികൾക്കും ഈ അച്ഛൻ ഒരു ബലമായിരുന്നു. അവരുടെ പരീക്ഷകൾ സമയത്തുണ്ടാകുന്ന ഉത്കണ്ഠകൾ മാറ്റാൻ അച്ഛൻ അവർക്ക് ഒരു സാന്നിധ്യമായിട്ട് നിന്നിരുന്നുവെന്ന് അച്ഛൻ്റെ ജീവിതത്തിലൂടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അച്ഛൻ ജീവിച്ച സമയത്ത് ഒരു ചെറിയ മുറിയിലാണ്, പരിമിതികളിലാണ് ജീവിച്ചിരുന്നതെന്ന് കാണാൻ പറ്റും. അച്ഛൻ ഉപയോഗിച്ച കട്ടിൽ ഇവിടെ മ്യൂസിയത്തിലുണ്ട്. അച്ഛൻ ഒറിജിനലായിട്ട് ഉപയോഗിച്ചിരുന്ന കട്ടിലാണ്. അപ്പോൾ ആ കട്ടിലിൽ ആൾക്കാർ വന്ന് പണ്ട് കാലത്തൊക്കെ ഈ കട്ടിലിൽ കിടന്നിട്ട് അവരുടെ ശാരീരിക രോഗങ്ങൾ മാറി സൗഖ്യം കിട്ടിയ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ചിലരൊക്കെ വന്ന് കട്ടിലിൽ കിടക്കുമായിരുന്നു. ഇപ്പോൾ മ്യൂസിയത്തിൽ നമ്മളത് ഒരുക്കി വെച്ച് അത് ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ കൂടെയുള്ളത് റാഫേൽ എന്ന് പറഞ്ഞ ചേട്ടനാണ്. ചേട്ടൻ വലിയ സന്തോഷത്തിലാണ്. കാരണം തിയോഫിനച്ചനെ നേരിട്ട് കണ്ട ഒരു അനുഭവമുണ്ട്, അച്ഛനോടൊപ്പം പ്രവർത്തിച്ച ഒരു അനുഭവമുള്ള
ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഒപ്പം തിയോഫിനച്ചൻ്റെ മാധ്യസ്ഥയിൽ ഒരുപാട് അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്നായിരുന്നു കണ്ടത് നേരിട്ട്? അപ്പോൾ അച്ഛനെ നേരിട്ട് എൻ്റെ 22 വയസ്സുള്ളപ്പോൾ അച്ഛനെ ഇവിടെ വന്ന് കാണുന്നതാണ്. ഇവിടെ ഒരു ശാന്തി കലാനിലയം നമ്മളുടെ ഒരു ക്ലബ്ബുണ്ട്, അതിൽ ഞാൻ മെമ്പറാണ്. അപ്പം ഞാൻ ജനുവരി അത് അച്ഛൻ സ്ഥാപിച്ച ഞങ്ങളൊരു 30 പിള്ളേരുണ്ടായി അന്നേരം. ഒരു 21, 23, 40 വയസ്സ് പിള്ളേരുണ്ടായി. അതിൽ ഞങ്ങൾ ജനുവരി 1 ഇവിടെ നാടകം അവതരിപ്പിക്കും. അപ്പോൾ എല്ലാ ജനുവരി 1 ഇവിടെ. അപ്പോൾ അന്നേരം ക്രിസ്ത്യൻ പെണ്ണുങ്ങളൊന്നും പുറത്ത് നിന്നും സിനിമക്കൊന്നും പോകില്ല ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഒരു പാവമായിട്ട് അന്ന് കാണുന്ന അങ്ങനെ അവിടെ ജനുവരി 1 കോമ്പൗണ്ട് നിറച്ച ആളായിരിക്കും, നിറച്ച ആളായിരിക്കും. ഈ സ്റ്റേജിൽ ഞങ്ങൾ നാടകം അവതരിപ്പിക്കും. അത് കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മരിച്ച് ബോട്ട് ചട്ടി ചെന്ന് ബോട്ട് കടന്ന് വൈപ്പി കടന്ന് അവിടെ നിന്ന് ഓരോ ബസ്സിനും ഇങ്ങനെ കടന്ന് ഓട്ടോറിക്ഷക്കൊക്കെ പോയി. മരിച്ചപ്പോൾ അത് അറിയിക്കാനായിട്ട് ഞാൻ പോയിട്ടുണ്ട്. പലരും പോയി. ഞാൻ ഇവിടെ വൈപ്പി മുതൽ കാരയിൽ വരെ പോയി. ഇവിടെ തിരിച്ച് 4 മണിക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ പോണത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും എന്തായാലും ഇത്ര സ്പീഡിൽ ഇങ്ങനെ തിയോഫിനച്ചൻ മരിച്ചെന്ന്. അപ്പോൾ അവിടെയുള്ളവർക്ക് പറഞ്ഞാൽ അത് പുണ്യാളച്ചൻ എന്നാണ് ഞങ്ങൾ പറയണത്. അങ്ങനെ എല്ലാവരും അങ്ങനെ പലരും അങ്ങനെ പറഞ്ഞ അച്ഛനെ പറ്റി. അച്ഛൻ്റെ വീടിൻ്റെ ആ പരിസരത്തൊക്കെ കുടിപ്പിങ്ങനെ പോയി കാരയിൽ പോയി 4 മണിക്ക് ഇവിടെ വന്ന് സംസ്കാരത്തിന് പങ്കെടുത്ത്. അച്ഛൻ്റെ അനുഗ്രഹം, അച്ഛൻ്റെ മാധ്യസ്ഥ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടല്ലോ, എന്താണ്? എനിക്ക് എൻ്റെ തല അതിങ്ങനെ വിറക്കുമായിരുന്നു. അപ്പോൾ ചെറിയൊരു വിറവില്ല. ഇപ്പോൾ കാണുന്നവർക്കൊക്കെ ഒരു അസ്വസ്ഥത തോന്നുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ENT സ്പെഷ്യലിസ്റ്റ് ഉണ്ട് ഒരാൾ, പ്രദീപ് നമ്മുടെ. അപ്പോൾ ആ പുള്ളിനെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ മാറിക്കോളും ചേട്ടാന്ന് പറഞ്ഞു, മരുന്നൊക്കെ തന്നു. പറഞ്ഞു ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് മുട്ടിപ്പാട്ട് ദിവസം ഞാനിവിടെ എപ്പോഴും അന്ന് മുതൽ ഇവിടെ എപ്പോഴും വരും. പ്രാർത്ഥിച്ച് എൻ്റെ തലവിറവല അങ്ങോട്ട് മാറിപ്പോയി. അങ്ങനെ ഒരു വലിയ അനുഗ്രഹം എനിക്ക് കിട്ടി. അച്ഛനായിട്ട് വലിയ ജീവിച്ചിരിക്കുമ്പോഴും വലിയ സ്നേഹത്തിലും അച്ഛൻ്റെ വീട്ടുകാരുമായിട്ട് അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കൾ ഒക്കെ ആയിട്ട് അച്ഛൻ്റെ പെങ്ങൾ ഇപ്പോൾ വിശുദ്ധ പദവിയിലേക്ക് ഒരു പടി കൂടി അടുത്തിരിക്കുകയാണ്. ധന്യൻ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വലിയ ഒരു സന്തോഷത്തിലാണ് അല്ലേ? കാരണം അച്ഛനോടൊപ്പം തന്നെ പ്രവർത്തിക്കാനും കൂടെ ഉണ്ടാവാനൊക്കെ സാധിച്ചു. അച്ഛൻ സ്ഥാപിച്ച ശാന്തി കലാനിലയത്തിൽ നാടകം അവതരിപ്പിച്ച വ്യക്തിയും കൂടിയാണ്. അതുപോലെ അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ അനേകം അനുഗ്രഹങ്ങൾ നേടിയവർ ഉപകാരസ്മരണയായിട്ട് അവർ നിലവിളക്കുകൾ ഇവിടെ കൊണ്ടുവന്ന് തിയോഫിനച്ചൻ്റെ ആ കബറിടത്തിൽ കൊണ്ട് നന്ദി പറഞ്ഞ് വയ്ക്കാറുണ്ട്. അപ്പോൾ ഒത്തിരി നിലവിളക്കുകളുണ്ട്. ഇതൊരു ഹൈന്ദവ സംസ്കാരവും അതുപോലെ ഹൈന്ദവ വിശ്വാസമൊക്കെയുള്ള ഒരു പരിസരങ്ങളായിരുന്നത് കൊണ്ട് ഒത്തിരി ഹൈന്ദവർ ഈ തിയോഫിനച്ചൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ അനുഗ്രഹങ്ങൾ നേടി അവർക്ക് കൊടുക്കാവുന്ന ഒരു ഉപകാരമായിട്ടാണ് നിലവിളക്കുകൾ കൊണ്ടുവന്ന് കാഴ്ചവെക്കുന്നത്. മറ്റുള്ളവർ മെഴുകുതിരി കത്തിച്ച് നന്ദി പ്രകടിപ്പിക്കാറുണ്ട്. ഇവിടെ വന്ന് എണ്ണത്തിരി കത്തിച്ച് നന്ദി പ്രകടിപ്പിക്കാറുണ്ട്. ഓരോ ദിവസവും അത്ഭുതങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് അനേകർ ഇവിടെ കടന്നു പോകുന്നതെന്ന് നമുക്ക് അവരുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഏറെ പ്രത്യേകിച്ച് തിങ്കളാഴ്ചകളിൽ ഒത്തിരി പേര് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ധന്യനായ തിയോഫിനച്ചൻ്റെ മാധ്യസ്ഥം തേടിക്കൊണ്ടിരിക്കുകയാണ്. ധന്യൻ തിയോഫിനച്ചൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്നത് ഈ ആശ്രമത്തിന് അകത്ത് തന്നെയാണ്. ഇവിടെ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പലിനകത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കബറിടം വെച്ചിരിക്കുന്നത്. ഒപ്പം ജാതിമത ഭേദമന്യേ നിരവധി വിശ്വാസികളാണ് തിയോഫിനച്ചൻ്റെ ഈ ഒരു കബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ തേടി മാധ്യസ്ഥ്യം അപേക്ഷിച്ച് അതെല്ലാം നടത്തിക്കിട്ടുകൊണ്ട് തന്നെ അനുഗ്രഹങ്ങൾ അവർ ഏറ്റുപറയുകയും നിരവധി പേർ വീണ്ടും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നോടുകൂടെ ഇപ്പോൾ ഉള്ളത് തങ്കമ്മ എന്ന് പറയുന്ന ഒരു അമ്മച്ചിയാണ്. അമ്മച്ചി ഒരു ഹൈന്ദവ സമൂഹത്തിൽ നിന്നാണ്. പക്ഷേ തിയോഫിനച്ചൻ്റെ അടുത്ത് എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ വരും. വലിയ ഭക്തിയാണ് അമ്മച്ചിക്കും അമ്മച്ചിയുടെ അമ്മയ്ക്കും
വലിയൊരു അനുഗ്രഹം തിയോഫിനച്ചൻ വഴി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചി തിയോഫിനച്ചനെ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. അമ്മച്ചിയോട് ചോദിക്കുക, അമ്മച്ചി അച്ഛനെ എപ്പോഴൊക്കെ ചെറുപ്പത്തിലാണോ നേരിട്ട് കണ്ടത്? ചെറുപ്പത്തിലെന്ന് വെച്ചാൽ ഒരുവിധം പ്രായമായപ്പോൾ അന്നേരം ഇതൊന്നും ഇല്ല. അപ്പുറത്താണ് ഒരു ചെറിയ എന്തായിട്ട്. എങ്ങനെയാണ് ഇവിടെ വന്ന് അച്ഛനിലൊരു എങ്ങനെയാ വിശ്വാസത്തിലേക്ക് വന്നത്? ഈ വിഷം കൊടുത്തില്ലേ, വിഷം തീണ്ടിയില്ലേ അമ്മക്ക്, അച്ഛൻ എൻ്റെ അമ്മക്ക്. അമ്മച്ചിയുടെ അമ്മയ്ക്ക് വിഷം തീണ്ടി. അതോടുകൂടിയാണ് എനിക്ക്. അപ്പൊ എന്താ സംഭവിച്ചത്? അന്ന് വിഷം പാമ്പ് കടിച്ചത്. എന്നിട്ട് അച്ഛൻ വെറ്ററിനറിയിലാണ് മരുന്ന് കൊടുത്തത്. അച്ഛനടുത്ത് കൊണ്ടുവന്നു. അപ്പൊ ആരാണ് പറഞ്ഞത് അച്ഛനടുത്ത് കൊണ്ടുവന്നോന്ന് പറഞ്ഞത്? ആരാണ്ട് പറഞ്ഞപ്പോ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോ അച്ഛനില്ല, ഇതുപോലെ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പൊ വേറൊരു പെണ്ണുമ്പോഴൊക്കെ ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരങ്ങോട്ട് പോയപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന്. അപ്പൊ അന്നേരം അതോടുകൂടി എനിക്ക് വിശ്വാസമായി. അമ്മയ്ക്ക് മാറിയ അച്ഛൻ അസുഖം അറിയാം. അന്നൊക്കെ 101 കൂടം വെള്ളമാണ് വരണം. അവരതൊന്നും ചെയ്തില്ല. എൻ്റെ അമ്മേനെ ഞാൻ ഉറക്കിയില്ല. പിന്നെ 90 വയസ്സ് വരെ എൻ്റെ അമ്മ അത്ര നാള് പിന്നീട് അതിനുശേഷം ചേച്ചി എല്ലാ തിങ്കളാഴ്ച വരും. പ്രാർത്ഥിക്കാറുണ്ട്. അതൊന്നും ഇതൊന്നും വലിയ കെട്ടിടങ്ങളൊന്നുമില്ല. ശരിയല്ലേ? ഇപ്പോഴും ഒന്ന് പ്രാർത്ഥിക്കും അല്ലേ? ഇപ്പോഴും അനുഗ്രഹം കിട്ടാറുണ്ടോ? ഓ ഉണ്ട്, പലതും കൊണ്ട് കിട്ടാറുണ്ട്. ഇപ്പൊ ചെറിയ കച്ചവടമാണെങ്കിലും അത് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുപാട് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഹിന്ദുക്കളും മുസ്ലിംസ് എല്ലാവരും ഹിന്ദുവും ക്രിസ്ത്യാനി എന്നുള്ള പേര് എന്തൊന്നുമില്ല. എല്ലാവരും ഒന്നുപോലെ തന്നെ. അപ്പൊ അച്ഛൻ്റെ കഞ്ഞിത്തേക്ക് കുടിച്ചു എല്ലാവർക്കും അനുഗ്രഹം കിട്ടുകയും ചെയ്യും. അങ്ങനെ തിയോഫിനച്ചൻ താമസിച്ചിരുന്ന മുറിയാണ്. അതിൻ്റെ മുന്നിലുള്ള ഭാഗമാണിത്. ഇവിടെ കുറേ കല്ലുകൾ എടുത്തു വച്ചിട്ടുള്ളത് തിയോഫിനച്ചൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത ആ സ്ഥലത്ത് നിന്ന് നമ്മളത് മാറ്റിയെടുക്കുക, അത് പുതിയ സ്മൃതിപഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഖബറടക്കം മാറ്റുവാനായിട്ട് അതിൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നു. നാമകരണ നടപടിയുടെ ഭാഗമായിട്ട് ആദ്യം അടക്കം ചെയ്ത സ്ഥലത്ത് നിന്ന് മാറ്റുന്ന സമയത്ത് കല്ലുകളൊക്കെ പൊളിച്ചു മാറ്റിയിരുന്നു. എന്നിട്ടാണ് ആ ഭൗതിക ശരീരം എടുത്ത് ഇപ്പോഴായിരിക്കുന്ന സ്ഥലത്ത് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം ആ പൊളിച്ചു മാറ്റുന്ന സമയത്ത് എടുത്ത കല്ലുകളും അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന ഡോക്ടേഴ്സ് ഉപയോഗിച്ചിരുന്ന ഗ്ലൗസും മറ്റുള്ള ഡോക്ടേഴ്സിൻ്റെയും അതുപോലെ രൂപതയുടെ ഔദ്യോഗികമായ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരുടെയും അഭിമന്യ പിതാവിൻ്റെയും സാന്നിധ്യത്തിലാണ് കല്ലറ പൊളിച്ച് അച്ഛൻ്റെ ഭൗതിക ശരീരം എടുത്തു മാറ്റി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. തിയോഫിനച്ചൻ്റെ മുറി വളരെ ലളിതമായ ജീവിതമാണ് അച്ഛൻ നയിച്ചിരുന്നതെന്ന് ആ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ചെറിയ മുറിയാണ് അച്ഛൻ്റെ ഏകദേശം ഒരു 10 വർഷക്കാലം അച്ഛൻ്റെ ജീവിതം ഈ പൊന്നുരുന്തി പരിസരങ്ങളിലായിരുന്നപ്പോഴൊക്കെ അച്ഛൻ ഈ ആശ്രമത്തിൽ അച്ഛനാണ് ഇവിടെ ആശ്രമം കെട്ടിയതും അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തത്. ഈ മുറിയാണ് അച്ഛൻ ഉപയോഗിച്ചിരുന്നത്. ഈ മുറിയിലിരുന്നാണ് അച്ഛൻ അനേകരുടെ വേദനകൾക്ക് ആശ്വാസം പകരുവാനായിട്ട് കത്തുകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആശ്വാസ വാക്കുകൾ, പ്രാർത്ഥന ഒക്കെ ഈ മുറിയിലിരുന്ന് അച്ഛൻ ചെയ്തിട്ടുണ്ട്. അച്ഛൻ ഇവിടെ അച്ഛൻ്റെ കട്ടിലും അച്ഛൻ ഉപയോഗിച്ച കസേരകളും ഒക്കെ മ്യൂസിയത്തിൽ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ മുറി ഇത് അതുപോലെ തന്നെ നിർത്തിയിരിക്കുകയാണ്. ചിലരിവിടെ ഈ മുറിയിൽ വന്ന് അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ റിലാക്സേഷൻ കിട്ടുന്നു, മാനസിക സമ്മർദ്ദങ്ങൾ മാറുന്നതായിട്ട് അനേകർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാനസിക രോഗികളായിട്ട് പല പ്രശ്നങ്ങളിൽ അടിമപ്പെട്ട് മാനസിക രോഗിയായിട്ടുള്ളവരെ ഈ മുറിയിൽ കൊണ്ടുവന്നിരുത്തി കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊരു ശാന്തത കിട്ടുന്നു. കാരണം അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് ഒത്തിരി മാനസിക രോഗികൾ കൈയൊക്കെ കെട്ടിക്കൊണ്ട് ഇവിടെ കൊണ്ടുവരുമായിരുന്നു. പക്ഷേ അച്ഛൻ്റെ അടുത്ത് എത്തുമ്പോൾ അച്ഛൻ ഉടനെ അവരുടെ അടുത്ത് പറയും, കൊണ്ടുവന്നവരോട് പറയും, നിങ്ങൾ കെട്ടഴിച്ച് വിടുക, കുഴപ്പമൊന്നുമില്ല. കെട്ടഴിച്ച് വിട്ട് തിയോഫിനച്ചൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അവർ ശാന്തരായി നിൽക്കും. അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നോർമൽ സ്റ്റേജിൽ ഈ വ്യക്തികൾ പോകുന്നത് പണ്ടുള്ള ആൾക്കാർ ഇവിടെ കണ്ടിട്ടുണ്ട്. അവർ അത് സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ പേര് ട്വിങ്കിൾ. ഞാനൊരു ചെസ് പ്ലെയറാണ്. ഇൻ്റർനാഷണൽ ലെവൽ വരെ എനിക്ക് കളിക്കാൻ പറ്റിയിട്ടുണ്ട്.
ഞാൻ ഓരോ കളിക്കുമ്പോഴും ഞാൻ തിയോഫനച്ചൻ്റെ മാധ്യസ്ഥം തേടാറുണ്ട്. എനിക്ക് ഇവിടം വരെ എത്തിച്ചതിന് തിയോഫനച്ചന് നന്ദി പറയുന്നു. ഞാൻ ഓരോ റൗണ്ട് തോക്കാൻ പോകുമ്പോഴും എൻ്റെ ഓപ്പോണൻറ്റ് ചിലപ്പോൾ 2-3 പ്രാവശ്യം എന്നെ തോൽപ്പിച്ചിട്ടുണ്ടായിരിക്കും. ആ റൗണ്ട് നാഷണലിൽ ലാസ്റ്റ് റൗണ്ട് തന്നെ അതേപോലെ ഒരു മാച്ച് വന്നപ്പോൾ ഞാൻ തിയോഫനച്ചൻ്റെ സഹായം തേടി ആ റൗണ്ട് എനിക്ക് ജയിക്കാനും സാധിച്ച് നാഷണലിൽ 3rd കിട്ടുകയും ചെയ്ത്. അങ്ങനെ ഓരോ കാര്യങ്ങളിൽ സ്റ്റേറ്റിൽ തന്നെ ഈ വർഷം തന്നെ 3 സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് തരുന്നു. ഞാൻ തിയോഫനച്ചൻ 1000 നന്ദി പറയുന്നു. പിന്നെ എനിക്ക് തലവേദനയൊക്കെ വന്ന് ഒരിടയ്ക്ക് എനിക്ക് കാണാനും കളിക്കാനും ഓർമ്മയൊക്കെ പോയൊക്കെ ചെയ്തു. ഒരിടയ്ക്ക് ഓർമ്മ പോയ കാര്യമൊന്നും അവൾക്ക് ശരിക്കും അറിയില്ല. കുറച്ചധികം ദിവസങ്ങളിൽ ഓർമ്മ പോയി. അപ്പം ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ബിനോച്ചിനൊക്കെ അറിയാം. അപ്പോൾ കാറിൽ നിന്നൊക്കെ ഇറങ്ങി ഓർമ്മ പോയിട്ട് ഓടുന്ന ഒരവസ്ഥയിലോട്ട് ആളെത്തിപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ ശക്തമായി പ്രാർത്ഥിച്ച് ബിനോച്ചിനൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ച് അച്ഛൻ കണ്ടുകൊണ്ടിരുന്ന കാറിൽ നിന്നൊക്കെ തുറന്നിറങ്ങി. അപ്പോൾ നമ്മൾ ഇനി ഓർമ്മ തിരിച്ച് കിട്ടുമോ ഇല്ലെന്നുള്ളൊരു അറിയില്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ഒരു ചെസ് പ്ലെയറാണ്, ഇനി കളിക്കില്ലെന്ന് തന്നെയാണ് ഉറപ്പിച്ചതാണത്. ഒരിക്കലും ഞാൻ കളിക്കില്ലെന്ന് ഞങ്ങൾ വേദനയോടെ ഓർത്തിരുന്ന കാര്യമാണത്. പക്ഷെ അത് ഈ കൊറോണ സമയത്താണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നത്. അങ്ങനെ അച്ഛന്മാരൊക്കെ നല്ലപോലെ പ്രാർത്ഥിച്ച് തിയോഫനസിൻ്റെ എണ്ണയൊക്കെ പുരട്ടി എന്തോ അത്ഭുതകരമായി ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിട്ട് ഇനി തിരിച്ച് കിട്ടൂലെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അത് ഞങ്ങൾക്ക് ഒരു വലിയ മിറാക്കിളാണ്. പിന്നെ ഇങ്ങനെ ചെസ്സ് കളിക്കുമെന്നോ പിന്നെ ഈ ലെവലിലോട്ട് വീണ്ടും വരുമെന്നോ ഓർത്തില്ല. ഈ പ്രാവശ്യം 3 സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ 2025 ലാസ്റ്റിൽ കിട്ടിത്തീർന്നത്. ഇനി ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയാണ്. ഒട്ടും അറിയില്ല, ശരിക്കും നല്ല ലെവലിൽ ചെസ്സ് പഠിച്ചിട്ടുള്ള ആളല്ല. പക്ഷേ ഒരു ദൈവത്തിൻ്റെ പ്രത്യേക കയ്യൊഴുപ്പ് പോലെ എപ്പോഴും ഇവിടെ വന്ന് അച്ഛനോട് പ്രാർത്ഥിക്കും. പോകാൻ നേരത്തും തോറ്റാലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരവസ്ഥയിൽ മോള് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാം വത്തിക്കാന് മുമ്പ് വരെ നമ്മുടെ ശരീരത്തെ പീഡിപ്പിക്കുന്ന ഒരു ആത്മീയത ഉണ്ടായിരുന്നെന്ന് കാണാനായിട്ട് സാധിക്കും. ശരീരത്തെ നിയന്ത്രിക്കുവാനായിട്ടൊക്കെ മുള്ള് കൊണ്ടുള്ള ബെൽറ്റ് കെട്ടും, അതല്ലെങ്കിൽ മുള്ള് ചങ്ങല വെച്ച് ശരീരത്തെ പീഡിപ്പിക്കും. കാരണം ആത്മാവിനോട് ചേർന്ന് ശരീരം നിൽക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ. അപ്പോൾ ആ കാലഘട്ടത്തിൽ തിയോഫിനച്ചനും അതൊക്കെ ചെയ്തിരുന്നുവെന്ന് അച്ഛൻ ഉപയോഗിച്ച മ്യൂസിയത്തിൽ മുള്ള് അരിഞ്ഞാണവും അതുപോലെ ഡിസിപ്ലിനായിട്ട് ഉപയോഗിച്ചിരുന്ന ഇതും ഒക്കെ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ തിയോഫിനച്ചൻ ഇവിടെ വന്ന് പൊന്നുരുതിയിൽ വന്നിട്ട് ഓരോ ഭവനങ്ങളിലും കടന്നു ചെന്ന് അവരുടെ സഹായം തേടിയാണ് ഈ ആശ്രമത്തിൻ്റെ ആദ്യ നാളുകൾ ഇങ്ങനെ ആത്മീയമായും ഭൗതികമായിട്ടും ഒക്കെ കൊണ്ടുപോകുവാനായിട്ട് അച്ഛൻ ആൾക്കാരുടെ സഹകരണവും സഹായവും തേടിയിരുന്നു, പള്ളി വയ്ക്കുന്ന കാര്യത്തിലായാലും. അതോടൊപ്പം തന്നെ ഇവിടെ 2 സ്കൂളുകളുണ്ട്, സെൻറ്റ് റീത്ത സ്കൂള് അതുപോലെ ക്രിസ്തുരാജ സ്കൂള്. ഈ 2 ക്രൈസ്റ്റ് ദ കിങ് സ്കൂള്, ഈ 2 സ്കൂളുകളിലെ കുട്ടികൾ തിയോഫിനച്ചൻ്റെ അടുത്ത് വരും. അച്ഛൻ അവിടെ ഇരുന്ന് അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കും. പിന്നെ പഠിക്കുന്ന പ്രാർത്ഥിക്കുവാനായിട്ടുള്ള സമയങ്ങളിലും അതുപോലെ പരീക്ഷയുടെ സമയങ്ങളിലുമൊക്കെ അച്ഛൻ്റെ വലിയൊരു പ്രോത്സാഹനവും സാന്നിധ്യവും ഈ കുട്ടികൾ അനുഭവിച്ചതായിട്ട് ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. ഇന്നും അത് തുടരുന്നുണ്ട്. ഈ 2 സ്കൂളുകളിലെ കുട്ടികൾ നോൺ ടീച്ചിങ് അതുപോലെ ടീച്ചിങ് സ്റ്റാഫ്സൊക്കെ അച്ഛൻ്റെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അച്ഛൻ എപ്പോഴും ഭവന സന്ദർശനത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു. കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ മാറാനായിട്ട് അച്ഛൻ ഭവനങ്ങളിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു അച്ഛൻ്റെ കാലഘട്ടത്തിൽ തന്നെ സംഭവിച്ച ഒരു കാര്യമാണ്, ഒരു കാള വളരെ പ്രതിസന്ധി തീർത്ത് എല്ലാവരെയും അസ്വസ്ഥപ്പെടുത്തുന്ന സമയത്ത് അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ എല്ലാവരുടെയും കൈകളിൽ നിന്നും കുതറി ഓടുന്ന ആ കാളയെ തിയോഫിനച്ചൻ പിടിച്ച് ശാന്തമായിട്ട് അതിൻ്റെ ആലയിലേക്ക് കൊണ്ട് എത്തിച്ചതായിട്ട് ഒരു സംഭവം ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില മാനസിക രോഗികളെ ചങ്ങലയ്ക്ക് കൈക്കും കാലിനും ചങ്ങലയിട്ട് വണ്ടിയിൽ കൊണ്ടുവരും. അവരെ ഇങ്ങനെ ഇവിടെ തിയോഫിനച്ചൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവരുടെ മാനസിക സംഘർഷവും മാനസിക രോഗവും മാറി നോർമലായിട്ട് ആ വ്യക്തികൾ ഇവിടെ നിന്ന് ഈ ആശ്രമത്തിൽ നിന്ന് സന്തോഷത്തോടെ പോയ അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭവന ആശീർവാദത്തിനൊക്കെ അച്ഛൻ ചെന്ന് പ്രാർത്ഥിക്കും. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ വീട് വെഞ്ചരിക്കാനൊക്കെ പോകുമ്പോൾ ചിലരെപ്പോഴും സന്തോഷത്തോടെ പറയാറുണ്ട്, തിയോഫിനച്ചൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്, തിയോഫിനച്ചൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പഴയ തലമുറ ഇപ്പോഴും അച്ഛൻ്റെ ഓർമ്മകൾ സന്തോഷത്തോടെ
മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അച്ഛൻ്റെ കാലഘട്ടത്തിൽ അച്ഛൻ തന്നെ രൂപപ്പെടുത്തിയ ഒരു സെമിനാരി പഠന കാലഘട്ടം ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് പുറത്തുള്ളവരെ കൊണ്ടുവന്ന് അവർക്ക് ധാർമ്മികമായ അതുപോലെ ആത്മീയവുമായ ഉപദേശങ്ങൾ നൽകി നല്ല വ്യക്തിത്വമുള്ള പൗരന്മാരാക്കി മാറ്റണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അച്ഛനൊരു ചെറിയൊരു സ്കൂൾ പഠന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആശ്രമത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന തന്നെയായിരുന്നു. കുർബാനയെ വളരെയധികം സ്നേഹിക്കുകയും അതിന് ആത്മാർത്ഥതയോടെ ആ കുർബാന അർപ്പിക്കുകയും ചെയ്ത വല്യച്ഛനാണ് ഇപ്പോൾ ധന്യനായ തിയോഫിനച്ചൻ. അച്ഛൻ തന്നെ ഒരു വേള പറഞ്ഞിട്ടുണ്ട്, കാരണം കുർബാന സമയത്ത് എല്ലാവരും പള്ളിക്കകത്ത് തന്നെ ആയിരിക്കണമെന്ന് അച്ഛൻ വാശി പിടിച്ച ഒരു വ്യക്തിത്വമാണ് തിയോഫിനച്ചൻ. പിന്നെ അച്ഛനൊരു ധ്യാനഗുരുവായിരുന്നു. ദേവദാസൻ അല്ലെങ്കിൽ ഇപ്പോൾ ധന്യനായി മാറിയ തിയോഫിനച്ചൻ കപ്പൂച്ചൻ സഭയുടെ ഒരു വലിയ ധ്യാന പ്രസംഗകനാണ്. അതുകൊണ്ട് കപ്പൂച്ചൻ സഭയ്ക്ക് ഇപ്പോഴും ഉണ്ട് മിഷൻ ധ്യാനങ്ങൾ, മിഷൻ ബാൻഡ്. അപ്പോൾ ആ മിഷൻ ധ്യാനത്തിൻ്റെ ആ പ്രസംഗങ്ങളിൽ അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അച്ഛൻ അന്ന് സെമിത്തേരി പ്രസംഗങ്ങളുണ്ട്. അതായത് ധ്യാനത്തിൻ്റെ ഒരു ദിവസം എല്ലാവരും സെമിത്തേരിയിൽ വന്നുകൂടും. സെമിത്തേരിയിൽ വെച്ചാണ് അന്ന് ധ്യാന ശുശ്രൂഷ നടത്തുന്നത്. അപ്പോൾ തിയോഫിനച്ചൻ അന്ന് ഈ തലയോട്ടി കയ്യിലെടുത്ത് കുരിശും പിടിച്ചുകൊണ്ട് മനുഷ്യജീവിതത്തിൻ്റെ നൈമിഷികതയും അതുപോലെ തന്നെ ജീവിതത്തിന് വേണ്ട വിശുദ്ധിയെക്കുറിച്ചുമൊക്കെ ശക്തമായി അച്ഛൻ്റെ പ്രസംഗങ്ങൾ മാനസാന്തരത്തിന് കാരണമായിട്ടുണ്ട്. അനേകർ അവരുടെ ദുശീലങ്ങളിൽ നിന്ന് മാറി മദ്യപാനം അതല്ലെങ്കിൽ തിന്മയുടെ വഴിവിട്ട ജീവിതങ്ങൾ നയിച്ചവർ അത് ദൈവഭയത്തിലും ദൈവവിശ്വാസത്തിലും വിശുദ്ധിയിലും ഈ അച്ഛൻ്റെ പ്രസംഗങ്ങൾ അവർക്ക് സഹായമായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, അച്ഛൻ മറ്റുള്ളവർ ഭയപ്പെടുന്ന മേഖലകളിൽ അവർ പേടിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ അച്ഛനെ വിളിച്ചുകൊണ്ടുപോയി അച്ഛൻ്റെ സാന്നിധ്യവും അച്ഛൻ്റെ പ്രാർത്ഥനയും വഴി അവരുടെ ഭവനങ്ങൾ വയ്ക്കുവാനും വ്യത്യസ്ത മതവിശ്വാസങ്ങളിലായിരുന്നവർ തന്നെ അച്ഛനെ വിളിച്ചുകൊണ്ടുപോയി അവരുടെ കാര്യങ്ങൾ നടത്തുവാനായിട്ട് അച്ഛനെ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഫാദർ ബിജു ജോസഫ്. ഞാൻ ഈ ആശ്രമത്തിൻ്റെ സുപ്പീരിയറായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ് കഴിഞ്ഞ 2 വർഷമായിട്ട്. ദേവദാസനായ തിയോഫിനച്ചൻ ധന്യനായി ഉയർത്തപ്പെട്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു വാർത്തയാണ്. പ്രത്യേകിച്ചും ഈ ഒരു വർഷം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രത്യേക വർഷമായിട്ട്, ജൂബിലി വർഷമായിട്ട് പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വേളയിൽ വലിയൊരു സന്തോഷ വാർത്തയായിട്ടാണ് ഞങ്ങൾക്ക് ഈ വാർത്ത ലഭിച്ചത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ 20 വർഷമായിട്ടുള്ള നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇങ്ങനെയൊരു വാർത്ത നമ്മളെ തേടി ഇവിടെ എത്തിയത്. അതിന് പ്രധാനമായിട്ടും നാം ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്ന ദൈവത്തിന് ഒത്തിരിയേറെ മഹത്വവും ദൈവത്തിന് നന്ദിയും അർപ്പിക്കുകയാണ്. കാരണം ഏതാണ്ട് 5 മാസങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു നിത്യാരാധന ചാപ്പൽ സ്ഥാപിക്കുകയുണ്ടായി. ആ അവസരത്തിൽ തിയോഫിൻ ഗിൽഡിൻ്റെ ഡയറക്ടറായിരുന്ന ബിനോയച്ചൻ ഇപ്രകാരം ജനങ്ങളോടായിട്ട് പറയുകയുണ്ടായി, നിങ്ങൾ ഈ നിത്യാരാധന ചാപ്പലിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ 3 നിയോഗങ്ങൾ വെക്കണം. അതിലൊരു നിയോഗം ദേവദാസനായ തിയോഫിനച്ചൻ്റെ നാമകരണ നടപടികൾ വളരെ ഭംഗിയായിട്ട് യാതൊരു തടസ്സവും കൂടാതെ നടക്കുന്നതിന് വേണ്ടിയിട്ട് സമർപ്പിക്കണമെന്ന്. അതിന് പ്രകാരം ഒത്തിരി ആൾക്കാർ ഇതിനായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം എന്നോണം നാം മനസ്സിലാക്കുകയാണ് ദേവദാസനെ ഒരു ധന്യനായിട്ട് സഭ ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട കാര്യവും ഇത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ദൈവം തൻ്റേതായ പദ്ധതിയിലൂടെ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നടപ്പിലായി വരികയും ചെയ്യുന്നു. അപ്പോൾ ഈ അവസരത്തിൽ ദൈവത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. ആയിരത്തി 1913 കോട്ടപ്പുറത്ത് ജനിച്ച അദ്ദേഹം 1968 ഏപ്രിൽ 4 അദ്ദേഹം നിത്യസമ്മാനത്തിനായിട്ട് വിളിക്കപ്പെടുന്നത്. ഈ ഏപ്രിൽ 4 58ാമത്തെ ചരമവാർഷികം ആഘോഷിക്കാൻ ഇരിക്കെയാണ് വത്തിക്കാനിൽ നിന്നും ധന്യൻ പദവിയിലേക്ക് ദേവദാസനായിരുന്ന തിയോഫിനച്ചനെ ഉയർത്തിയത്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, ഭാരത കപ്പൂച്ചൻ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാന നിമിഷമാണ്. ഇനി മലയാളികൾക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട്, തങ്ങളുടെ പ്രാർത്ഥനകൾ നൽകുവാനായിട്ട്, മാധ്യസ്ഥം അപേക്ഷിക്കുവാനായിട്ട് ഒരു ധന്യനെ കൂടി ലഭിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ധന്യൻ തിയോഫിനച്ചൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം, അനുഗ്രഹങ്ങൾ നേടാം.